വളരെയേറെ സങ്കടകരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ അരങ്ങേറിക്കഴിഞ്ഞത്. ഈ ഒരു ദുരന്തത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചവരുടെ മൃതശരീരങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകി ചാലിയാർ പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും പല പ്രദേശങ്ങളിലും ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത 100ഓളം മനുഷ്യർ ജീവനയോടെയോ അല്ലാതെയോ ഉണ്ടാകാം. ഇത്തരത്തിൽ വയനാട് ജില്ലയെ ഒന്നാകെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയത് അവിടെ സംഭവിച്ച ഉരുൾപൊട്ടൽ തന്നെയാണ്. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം അതിന്റെ ഭൂസ്ഥിരത നഷ്ടപ്പെട്ട് കല്ലും മണ്ണും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസത്തെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. സാധാരണയായി മഴക്കാലത്താണ് ഉരുൾപൊട്ടൽ കൂടുതലായും സംഭവിക്കുന്നത്. ശക്തമായ മഴ പെയ്യുന്നതിലൂടെ സംഭരണശേഷിയിൽ അധികം ജലം മണ്ണിലേക്ക് ഊർന്നിറങ്ങും. അതുകൊണ്ട് തന്നെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിലുള്ള സമ്മർദ്ദവും കൂടി വരും. ഇതിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ശക്തിയായി ഒഴുകുന്നു. കൂടുതലും ചരിഞ്ഞ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ കൂടുതലായും ബാധിക്കുന്നത്. കൂടുതലും ഉയർന്ന പ്രദേശത്തിൽ സംഭവിക്കുന്ന ഈ ഒരു പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും അതിശക്തമായി പുറന്തള്ളപ്പെടും. ഇതിനൊപ്പം ഇളകിയ പാറക്കഷ്ണങ്ങളും കടപുഴകിയ മരങ്ങളും ഒഴുകി വരുന്നു. ഇത് ഒഴുകി വരുന്ന വഴിയിലെ വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം നശിക്കുന്നു. 70% ചെങ്കുത്തായ മലകളും ചരിവുകളും ഉള്ള നാടാണ് കേരളം. ഏകദേശം 22 ഡിഗ്രി ചരിവുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത. ചരിവിന്റെ മുകൾ ഭാഗത്ത് ഭാരം കൂടുന്നതോ അടിയിലുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതോ ഉരുൾപൊട്ടലിന് കാരണമായി മാറും. മണ്ണിടിച്ചു നീക്കുന്നതും പാറകൾ പൊട്ടിക്കുന്നതും ഉരുൾപൊട്ടലിന് പ്രധാന കാരണങ്ങളാണ്. മനുഷ്യന്റെ അശാസ്ത്രീയമായ വനവൽക്കരണവും വനനശീകരണവും ഉരുൾപൊട്ടലിന്റെ മറ്റു ചില പ്രധാന കാരണങ്ങളാണ്. കേരളത്തിൽ സംഭവിക്കുന്ന 95% ഉരുൾപൊട്ടലുകളും മനുഷ്യനിർമ്മിതമാണെന്ന് റിപ്പോർട്ടുകൾ പറയപ്പെടും. മനുഷ്യന്റെ പ്രകൃതിയോടുള്ള അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത്.